പണ്ഡിത സമദർശന, അവർക്കെല്ലാം സമമായിട്ട് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ, ജ്ഞാനവൃദ്ധന്മാരും കുട്ടികളും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നു. എന്നിട്ട് പിന്നെ കുറച്ചെത്തിയപ്പോൾ ശ്രീരാമചന്ദ്രന് മനസ്സിലാവുകയാണ്, ഇവനെ ഞാൻ പറ്റിക്കുകയാണ്, അതിനെന്ത് വേണം, സീതയെ ഞാൻ തിരയുന്നത് പോലെ അഭിനയിക്കുകയാണ്. എല്ലാ അഭിനയമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം കുട്ടിയായിരുന്നു, സ്കൂളിൽ പോയാൽ കുട്ടിയായിട്ടിരുന്നു, ടീച്ചറാകുമ്പോൾ നമ്മൾ കുട്ടിയായിട്ടാണോ അഭിനയിക്കുന്നത്? നമ്മുടെ ജീവിതം ശരിക്കൊരു ഡ്രാമയാണ്. അമ്മയാവുമ്പോൾ നമ്മൾ അറിയാതെ അമ്മയുടെ റോളിലേക്ക് വരുന്നു, മുത്തശ്ശിയാകുമ്പോൾ അമ്മമ്മയായിട്ട് ഒക്കെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഈ ജീവിതമാകുന്ന നാടകത്തിൽ ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് കുറച്ച് സമയം എങ്ങനെ ആ നാരദന്റെ വീണയും വീട്ടി നാരായണ നാമം ജപിക്കുന്ന ഭക്തനായിട്ടും നമുക്ക് ഒന്നങ്ങോട്ട് അഭിനയിക്കാം. ഏറ്റവും വലിയ അഭിനേതാവ് ആരാ? ശ്രീരാമചന്ദ്രൻ തന്നെ. ഇവിടെ പറയുന്നത് നോക്കൂ, ഗോപികാഗീതത്തിൽ ചോദിക്കില്ലേ, കശ്ചിൽ തുളസി കല്യാണി ഗോവിന്ദ ചരണപ്രിയേ, ഹേ തുളസി കല്യാണി, ഗോവിന്ദന്റെ പാദങ്ങളല്ലേ നിങ്ങൾക്ക് ഏറ്റവും പ്രിയം? എൻ്റെ കൃഷ്ണനെ നിങ്ങൾ കണ്ടുവോ, എൻ്റെ കണ്ണനെ നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിച്ച് നടക്കുന്ന അതേപോലെ ഇവിടെ ചോദിക്കുകയാണ്, വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ, മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. ഇവരോടൊക്കെ ചോദിച്ചിട്ടും പോരാഞ്ഞിട്ട് മരങ്ങളോട് ചോദിക്കുക, വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം, പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. എല്ലാവരോടും നടന്ന് ചോദിക്കുക, അവിടെ ഒന്നുമില്ല, ഇത് ശരിക്ക് ഭഗവാൻ അഭിനയിക്കുന്നതല്ലേ, ഭഗവാൻ അറിയാഞ്ഞിട്ടാണോ? അങ്ങനെ അവസാന ഭാഗം നോക്കൂ, മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി, തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയില്ല ജ്ഞാനമില്ലായ്കയാൽ. അവസാന വരിയാണ് നമ്മൾ എടുക്കേണ്ടത്. തത്വജ്ഞന്മാർക്ക് സുഖവും ദുഃഖവും ഒന്നും ഉണ്ടാവില്ല, അല്ലെ? മരണം കഴിഞ്ഞാലും കരയാതിരിക്കുന്നവരെ കാണാം. പക്ഷേ ഇവിടെ ശ്രീരാമചന്ദ്രൻ കരയുന്നുണ്ട്. സ്വന്തം അച്ഛൻ മരിച്ചു എന്നറിയുമ്പോൾ തളർന്ന് കരഞ്ഞു വീഴുന്നുണ്ട്. ഇനി ഇതേ ജഡായു ഗതിയിൽ വരുന്നുണ്ട്. ജഡായുവിൻ്റെ ശരീരത്തിലേക്ക് ഒരിറ്റ് കണ്ണുനീർ വീഴുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ്റെ. കാരണം നമുക്ക് മനുഷ്യനാകുമ്പോൾ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മരല്ലേ. അപ്പോൾ ആ വികാരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കണം. ചില ഡോക്ടർമാർ പറയും ഭർത്താവ് മരിച്ച ഭാര്യ കരയില്ല. അപ്പോൾ ഡോക്ടർ പറയുക, അവളെ കൊണ്ടുവന്നു ബോധമൊക്കെ കെട്ടിട്ടേ വെള്ളമൊക്കെ തളിച്ചുണർത്തി ഒന്ന് കരയൂ, എന്നാൽ നിങ്ങളുടെ പ്രശ്നം തീരുന്നു. അപ്പോൾ കരച്ചിലൊരു നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. ചിരി പോലെ തന്നെ നമ്മളെ കണ്ണിലെ അഴുക്കൊക്കെ പോകാൻ നല്ലതാണ്.